ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. പവിത്ര സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ മാഷെ കത്തിക്കരിഞ്ഞ ആ വീടിൻ്റെ ഭാഗത്തേക്ക് പോയിരിക്കുകയാണ്. അവിടെ ഉണ്ടാവും വിക്രമിൻ്റെ കഴിഞ്ഞു പോയ കാലത്തെ ട്രോഫികളൊക്കെ കിടക്കുന്നത്. ഇതെല്ലാം താഴെ വീണ് നശിച്ചിട്ടുണ്ട്. മാഷ് അതിലൊരു ട്രോഫി എടുക്കുകയാണ്. വിക്രമിന് ആ ട്രോഫി കിട്ടിയ അന്നത്തെ ആ കാലമൊക്കെ ഇങ്ങനെ മാഷ് ആലോചിക്കുന്നുണ്ട്. മാഷ് ഇങ്ങനെ പാടത്തെന്തോ വയലിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വിക്രം അത് കിട്ടി കൊണ്ടുവരുന്നത്. മാഷിനും അത് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. മാഷും ചേർത്ത് പിടിച്ച് അതിന് ഉമ്മയ്ക്ക് കൊടുക്കുന്ന ആ ഒരു ഭാഗമൊക്കെ മാഷിപ്പം ഇങ്ങനെ ആലോചിക്കണേ. ഇപ്പം മാഷിൻ്റെ ഈ സങ്കടം മറ്റാരും കാണാതിരിക്കാൻ വേണ്ടി മാഷ് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ചുറ്റിലും ഇങ്ങനെ നോക്കി നിൽക്കാട്ടോ. ശേഷം ഇതേ സമയം വേദയ്ക്ക് അകത്ത് കമലയും ശ്രീജയും കൂടെ വെള്ളവും ഭക്ഷണമൊക്കെ കൊടുക്കണേ. ഇത് കാണുന്ന നന്ദിനി ഒരു സൽക്കരിച്ചിരുത്തവളെ. ഇനി കത്താൻ പോകുന്നത് ഈ വീടായിരിക്കും, നോക്കിക്കോ. ശ്രീജയ്ക്കും നീ എന്തൊക്കെയാ നന്ദിനി പറയുന്നത്? നന്ദിനി പറയും, ഞാൻ പറയുന്നതാണോ അപ്പൊ കുറ്റം? ശ്രീജ എടുത്ത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവൾ ഈ വീട്ടിൽ വന്നു കയറിയതിനു ശേഷം സൗര്യം എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? വേദയ്ക്കും ഈ വീട്ടിൽ സൗര്യക്കേട് ഉണ്ടാവുന്നത് ഞാൻ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തിട്ടാണോ നന്ദിനി എടുത്തി? നന്ദിനി പറയും, എന്താ സംശയം? വിക്രം ഇത്രയ്ക്ക് വഷളായതോ ഇമാതിരി പോലീസ് കേസിൽ പെടാനും തുടങ്ങിയത് നീ വന്ന് കയറിയതിനു ശേഷം തന്നെയാണ്. അതുവരെ ഒരാളും അവൻ ചെയ്തതിനെ പകരം ചെയ്യാനായിട്ട് ഈ വീട്ടിലേക്ക് വന്ന് കയറിയിട്ടില്ല. ഉണ്ടെങ്കിൽ അമ്മ പറയട്ടെ. അമ്മ വേദയെ ഇങ്ങനെ നോക്കും. വേദയും കമലയ്ക്കൊന്നും പറയാനാവുന്നില്ല കേട്ടോ. അപ്പോഴേക്ക് വിനായകൻ വന്നിട്ട് നന്ദിനിയോട് പറയും, നീ മിണ്ടാതിരുന്നേ, അല്ലെങ്കിൽ തന്നെ ആകെ തകർന്നിരിക്കുകയാണ് അച്ഛൻ. നന്ദിനി പറയും, എങ്ങനെ തകരാതിരിക്കും? ഏത് നിമിഷവും ജീവനോടെ കത്തിപ്പോയാകാം എന്ന് കരുതുന്ന ഒരു വീട്ടിൽ കഴിയും ഏത് മനുഷ്യനായാലും തകർന്നു പോകും. ഇതിലും ഭേദം ആ വീട് ജപ്തി ചെയ്യുന്നതായിരുന്നു. ഒന്നില്ലെങ്കിലും ആ ബാഗും സാധനങ്ങളും എടുക്കാനുള്ള സാവകാശം കിട്ടിയായിരുന്നല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മാഷും വിഷവും പുറത്തുനിന്ന് കയറി വരണേ. വിനായകൻ പറയും, നീ മിണ്ടാതിരിക്കാനല്ലേ എന്നോട് പറഞ്ഞത്? മാഷു പറയും, അവള് പറഞ്ഞതിലെ തെറ്റില്ല വിനായകൻ, എന്തിലും വലുത് മനുഷ്യന്റെ ജീവനല്ലേ. വിഷം പറയും, ജീവൻ അപായൊന്നും പറ്റിയില്ലല്ലോ അച്ഛാ. മാഷു പറയും, അത് ചത്ത് മുകളിൽ നിൽക്കുന്ന കാരണവന്മാരുടെ ഗുരുത്തം കൊണ്ടാ. നന്ദിനി പറഞ്ഞത് ശരിയാ, ഇത്രയും കാലം ഈ വീട്ടിന് നേരെ ഇങ്ങനൊരു ആക്രമണം ഉണ്ടായിട്ടില്ല. അപ്പോഴേക്കും വിക്രമും അങ്ങോട്ട് എത്തുന്നുണ്ട്. ഇത് കേട്ട് അവിടെ നിൽക്കുക. മാഷു പറയും, പക്ഷേ അതിന് പഴിക്കേണ്ടത് ഒന്നും അറിയാത്ത ഈ പാവം കുട്ടിയെ അല്ല, ഈ വീട്ടിൽ തന്നെ നാം വിട്ട ഈ പടുമുളയാ. എന്നിങ്ങനെ വിക്രമിനെ ഉദ്ദേശിച്ച് പറയുമ്പോ കമലയ്ക്കും എന്തൊക്കെയാ മാഷിയെ പറയുന്നത്? ഇങ്ങനെ ഒരു കൂട്ടര് വന്ന് രാത്രിക്ക് രാത്രി ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ ഇവൻ അറിഞ്ഞതാണോ? മാഷിന് ദേഷ്യം വരും. അറിയണമായിരുന്നു. മരുന്ന് വ്യാജനാണെന്ന പേര് പറഞ്ഞ് ഗോഡൌൺ കത്തിക്കാൻ പോയപ്പോ ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാവുന്ന അറിയണമായിരുന്നു. രാത്രി മാനത്ത് നോക്കിയിരുന്നിട്ട് ഒരു വിളി കേട്ട് ഇറങ്ങി പോന്നവരെല്ലാവരെ ചോദിച്ചു നോക്ക് നിന്റെ മകനോട്. ഇപ്പോഴാണ് എല്ലാവരും കാര്യം അറിഞ്ഞത്. എല്ലാവരും ഞെട്ടലോടെ വിക്രമിനെ ഇങ്ങനെ നോക്കും. നാട്ടിലെ അനീതി ഉണ്ടാകും, അക്രമം ഉണ്ടാകും. അതിന് പോരാടേണ്ടത് നിയമത്തിന്റെ വഴിയിലൂടെയാണ്, അല്ലാതെ നിയമം കയ്യിലെടുത്തിട്ടല്ല. കമലയ്ക്കും എന്തൊക്കെയാടായി കേൾക്കുന്നത്? വിഷം പറയും, അച്ഛൻ പറഞ്ഞത് ശരിയാണമ്മേ. ടൗണുകളിലും മെഡിക്കൽ ഷോപ്പുകളിലും മരുന്ന് സപ്ലൈ ചെയ്യുന്നൊരു ഷോപ്പുണ്ട്. അയാളുടെ ഗോഡൌൺ ഇവൻ കത്തിച്ചു കളഞ്ഞു. അതിന് പകരം ചോദിക്കാനായിരിക്കും അവരിത് ചെയ്തത്. അത് കേൾക്കുമ്പോ എല്ലാവരും ഞെട്ടും. അപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് വേദ പോലും അറിയുന്നത്. വിക്രം പറയും, ഞാൻ മൂലമുണ്ടായ കാര്യങ്ങളെ ഞാൻ ശരിയാക്കിക്കോളാം. നാളെ തന്നെ ഇത് പുതുക്കി പണിയാൻ പണിക്കാരെത്തും. മാഷോരും തൊട്ടു പോകരുത്. ഇനി ആഗ്രഹത്തിൽ വഴിയെ പോകുന്നവർക്കും വന്നു പോകുന്നവർക്കും കാണാൻ വേണ്ടി അതങ്ങനെ കിടക്കണം. സുധാകരൻ മാഷിന്റെ ഇളയ സന്താനം അയാൾക്ക് നൽകിയ പാരിതോഷികത്തിന്റെ സ്മരണയായി അതിങ്ങനെ ഈ മുറ്റത്ത് തന്നെ ഉണ്ടാവണം. ഇത്രയും കാലത്തെ ജീവിതം കൊണ്ട് നീ എനിക്ക് നൽകിയ സ്മാരകമാണത്. അതെന്റെ മരണം വരെ അതുപോലെ അവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞ ദേഷ്യത്തോടു കൂടെ മാഷ് അകത്തേക്ക് കയറി പോവാണേ. ഇത് കേൾക്കുമ്പോ എല്ലാവർക്കും വല്ലാണ്ട് അങ്ങ് സങ്കടാവും. വിക്രം ഒന്നും പറയാതെ പുറത്തേക്ക് വരികയാണേ. എന്നിട്ട് ആ കത്തി നശിച്ചതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക. കുറച്ച് കഴിയുമ്പോ വേദ അങ്ങോട്ട് വരും. വിക്രം, ഗോഡൌൺ കത്തിച്ച കാര്യം എന്താ എന്നോട് പറയാണ്ടിരുന്നത്? വിക്രം പറയും, ഗോഡൌൺ ഒന്നും കത്തിച്ചിട്ടില്ല. പഴയ കുറെ മരുന്നുകൾ കൂട്ടിയിട്ട് കത്തിച്ചു. തീയതി കഴിഞ്ഞ മരുന്ന് കൊടുത്ത് രോഗികളെ നിത്യരോഗികളാക്കുന്നത് ശരിയാണോ? വേദ പറയും, അല്ല, സമ്മതിക്കുന്നു. അത്തരക്കാരെ നേരിടാനല്ലേ ഇവിടെ പോലീസും കോടതിയൊക്കെ ഉള്ളത്. വിക്രം ചോദിക്കും, എന്നിട്ട് ഇത്രയും കാലം എന്തെങ്കിലും നടപടി ഉണ്ടായോ? ഇല്ലല്ലോ. വേദയ്ക്കും വ്യാജ മരുന്നിന്റെ കാര്യം പറഞ്ഞേ നിങ്ങളെ ഇളക്കി വിട്ടത് ആരാ? ആ ശ്രീനിവാസനാണോ? അറിഞ്ഞപ്പോ എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നി, ചെയ്തു. വേദയ്ക്കും, എന്നിട്ട് തിരിച്ചടി വന്നപ്പോ നിങ്ങൾക്ക് മാത്രമായിട്ട് ഒതുങ്ങിപ്പോയതെന്തേ? ശ്രീനിവാസന്റെ നേർക്കും അയാളുടെ ഭാര്യ കിടക്കുന്ന ബെഡ്റൂമിന് നേരെയും ആരെയും പെട്രോളൊന്നും കൊണ്ടൊഴിച്ച് കത്തിച്ചില്ലല്ലോ. ഉവ്വോ. വിക്രമിന് ഒന്നും പറയാനില്ല. ആരും കൂടെ ഇല്ലായിരുന്ന കാലത്തെ നിങ്ങളെ കൂടെ ചേർത്തി നിങ്ങളെ സഹായിച്ചു എന്നുള്ളൊരു പേര് ആ ശ്രീനിവാസൻ ഇപ്പോഴും നിങ്ങളെ ചൂഷണം ചെയ്യണേ. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെന്ന് മാത്രം. വേദ പറയും, വേണ്ട, എന്നോട് തർക്കിക്കണ്ട. നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ലെന്ന് എനിക്കറിയാം. ഇന്ന് ഞാൻ ആ മുറിയിൽ കിടന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ കൂടി നിങ്ങൾ ആ ശ്രീനിവാസനിൽ ഒരു തെറ്റും കണ്ടെത്താൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് വേദ അത്തേക്ക് പോവാണേ. വിക്രം അതൊക്കെ ആലോചിച്ചിങ്ങനെ നിൽക്കണം അവിടെ.
അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് മാഷിങ്ങനെ ഇപ്പൊ ഒരു മരവിച്ച അവസ്ഥയിലാണ് റൂമിലിരിക്കുന്നത്. കമല ഇങ്ങനെ സങ്കടത്തോടു കൂടെ വന്ന് അവിടെ അടുത്തിരുന്ന് കരയാണ്. ഇതൊന്നും മാഷ് അറിയുന്നില്ല. മാഷേ എന്ന് വിളിക്കുമ്പോഴാണ് മാഷ് ഞെട്ടിപ്പോ എഴുന്നേൽക്കുന്നത്. ആ ചിന്തകളിൽ നിന്ന് എന്തൊരു വിധിയാ കമല നമ്മുടേത്. ഇത്രയും നരകിക്കാൻ നമ്മൾ എന്ത് തെറ്റാ ചെയ്തത്? വേദ ആ റൂമിലുണ്ടായത് നമ്മൾ അറിഞ്ഞില്ല. അവൻ വരാൻ ഇത്രയും കൂടെ താമസിച്ചിരുന്നെങ്കിൽ എന്താവുമായിരുന്നോ? കമലയ്ക്കും അതോർത്തിട്ടാണ് സങ്കടം. അവളുടെ അച്ഛനോടും അമ്മയോടും നമ്മൾ എന്ത് പറയായിരുന്നു? കമല പറയും, അവരാക്രമിച്ചത് വേദയല്ല മാഷേ, നമ്മുടെ മകനെ തന്നെ. അവൻ അവിടെയാ കിടക്കുന്നതെന്നൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ആരോ ആണ് ഇതിന് പിന്നിലുള്ളത്. എനിക്ക് മടുത്ത് കമല. ജപ്തി നൽകാനായിട്ട് ബാങ്കുകാർ നോട്ടീസ് പതിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ നിനക്ക്? ഏതെങ്കിലും ഒരു വീടിന്റെ ചായ്പിലേക്ക് മാറാൻ. അതിപ്പോഴും നമുക്ക് പറ്റും. ഇത്രയും കാലം എല്ലാവരെയും ചേർത്ത് പിടിച്ച് നടന്നില്ലേ? ഇനിയുള്ള കാലം ഒറ്റയ്ക്ക് മതി നമുക്ക്. ജന്മം കൊടുത്തു പോയില്ലേ? കൺമുന്നിൽ കിടന്ന് വെന്ത് ചാവുന്നത് കാണാതെയെങ്കിലും ഇരിക്കാലോ. കമലയ്ക്ക് സങ്കടാവും. മതി മാഷേ, ഇനി ഇങ്ങനെയൊന്നും സംസാരിക്കില്ല. ജീവിതത്തില് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ സംഭവിക്കുന്നേ കരുതിയില്ല. എപ്പ വേണമെങ്കിലും എന്തു സംഭവിക്കാം. ഈ വീട്ടില് നമുക്കിനി അധിക കാലം ഇല്ല. അപ്പോഴേക്കും കമല മാഷേ എന്ന് വിളിച്ച് സങ്കടത്തോടു കൂടെ പൊട്ടിക്കരഞ്ഞ് ആ തോളില് ചാഞ്ഞടക്കുക. മാഷും കരയുന്നുണ്ട്. കരയാതെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും മാഷിനെ കൊണ്ടാവുന്നില്ല. അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് കരയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദ ഇപ്പോഴും ഹോളിലിരിക്കണേ. ഇത് നന്ദിനിയാണോ? ആഹാ, ഇവിടം വരെ കൊണ്ടെത്തിച്ചിട്ട് നീ ഇവിടെ എന്തിരുന്ന് ആലോചിക്കാ എന്ന് ചോദിച്ച് വേദയുടെ അടുത്ത് ചെന്നിരിക്കും. നീ വരുന്നതിന് മുമ്പ് എന്തൊരു സ്വസ്ഥതയോടു കൂടെ ജീവിച്ചു പോകുന്ന വീടായതെന്ന് അറിയോ? അപ്പൊ നീ ചോദിക്കും, നീയാണോ ആ സ്വസ്ഥത കെടുത്തിയതെന്ന്. അപ്പോ ചിലപ്പോഴെങ്കിലും നീ ആലോചിച്ച് നോക്കണം. അന്നേരം നിനക്ക് മനസ്സിലാകും. നിനക്ക് ആളുകളെ കയ്യിലെടുക്കാനുള്ള കഴിവുണ്ട്. അവരുടെ ഇഷ്ടം സമ്പാദിക്കാനുള്ള ശേഷിയുണ്ട്. അതുപയോഗിച്ച് നീ നിന്റെ പ്രതികാരം ചെയ്യാനുള്ള വഴി നല്ല അടിപൊളിയായിട്ടുണ്ട്. വേദയ്ക്കും ഏട്ടത്തി എന്തൊക്കെയാ പറയുന്നേ? നീ മിണ്ടരുത് വേദേ. ഈ വീട്ടിലെ ഒരാളും ചെയ്യാത്ത കാര്യാ നീ ചെയ്തത്. എന്തോ വാശിയിലെ വിക്രം കെട്ടിയ താലിയും തൂക്കി നീ ഇങ്ങോട്ട് പോന്നു. വന്നു കയറിയ ദിവസം തന്നെ ഇനി അവന്റെ ജീവിതം നരകമായിരിക്കുന്നേ നീ പറഞ്ഞില്ലേ? വേദ പറയും, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തില് വായിൽ വന്നത് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞതെന്നല്ലാതെ. നന്ദിനി പറയും, നീ അങ്ങനെ പറഞ്ഞു വിടേണ്ട. നീ വന്നത് വ്യക്തമായ പ്ലാനോട് കൂടി തന്നെയാണ്. വിക്രമിനെ മാത്രമല്ല ഈ വീട്ടിലുള്ളവരെയും ഈ വീടിനെയും ആക്രമിക്കണം, നശിപ്പിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നീ വന്നത്. നന്ദിനി എടുത്തേ. അപ്പൊ നന്ദിനി പറയും, പാവം പിടിച്ച അമ്മയെ നീ ആദ്യം വശത്താക്കി, പിന്നെ ശ്രീചേടത്തി, അച്ഛൻ, അവസാനം വിക്രം വരെ നിന്നെ മറുത്ത് പറയുന്നില്ല എന്നതുവരെ നീ എത്തിച്ചു. എല്ലാവരെയും നിന്റെ വശത്താക്കിയാ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ പെരുമാറാലോ. ഇന്ന് നീ വിക്രം കിടന്ന സ്ഥലം കത്തിച്ചു. എന്നാ ഇനി നീ വീട് കത്തിക്കാൻ പോകുന്നേ? നന്ദിനി എടുത്തി. വേദ പറയും, വിളിക്കുമ്പോ നന്ദിനി പറയും, നിന്റെ നാടകവും അഭിനയം ഇവിടെയുള്ളവരെ വിശ്വസിച്ചെന്ന് വരും. പക്ഷെ ഒന്നോർത്തോ, ഈ നന്ദിനി അതിൽ വീഴാൻ പോകുന്നില്ല. ഈ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ സംഭവിക്കാൻ കാരണം നീ ഒറ്റൊരുത്തിയാണ്. അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും നിനക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. ആരൊക്കെ നിന്നെ സപ്പോർട്ട് ചെയ്താലും ആരൊക്കെ നീ ഒന്നും അറിയാത്ത പാവാണെന്ന് പറഞ്ഞാൽ നോക്ക്, ഞാനത് സമ്മതിച്ചു കൊടുക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ നീ നിന്റെ സ്വന്തം മനസാക്ഷിയോട് തന്നെ ചോദിക്കേ. നീ വന്ന് കയറുന്നതിന് മുമ്പും ശേഷവും ഈ വീട് എങ്ങനെയാണെന്ന് നിനക്ക് അപ്പം മനസ്സിലാകും. അതും പറഞ്ഞ് നന്ദിനി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. വേദയുടെ മനസ്സ് വല്ലാതെ സങ്കടത്തിലായിട്ടുണ്ട്. ശേഷം പിന്നീട് കാണിക്കുന്നത് വിശ്വ ഇങ്ങനെ റൂമിൽ നിൽക്കുമ്പോ അങ്ങോട്ട് ശ്രീജ വരും. എല്ലാരും കിടന്നോ? വിക്രവും വേദയോ? ശ്രീജ പറയും, വേദ ഹോളിലുണ്ട്, വിക്രം ഉമ്മർത്താണ്, തലനാഴി ഇരക്കാണ് രക്ഷപ്പെട്ടത്. അല്ല ശ്രീജയെ? ശ്രീജടുത്ത് പറയും, അതെ. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഹോളിലേക്ക് മാറിയാലോ? ഇവിടെ വേറെ റൂമൊന്നും ഇല്ലല്ലോ. വേദയും വിക്രവും ഇവിടെ കിടന്നോട്ടെ. വിശ്വം പറയും, അതിനെന്താ, നിന്റെ ഇഷ്ടം. വിശ്വേട്ടന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. വിശ്വം പറയും, ഇന്നത്തെ ദിവസം ആ കുട്ടി സ്വസ്ഥായിട്ട് ഇവിടെ കിടന്നോട്ടെ, നീ വാ. അപ്പൊ ശ്രീജ പറയും, വിശ്വേട്ടാ ഇന്നത്തെ ദിവസം മാത്രമല്ല ഞാൻ പറഞ്ഞത്. വിശ്വം പറയും, ആയിക്കോട്ടെ, കുറച്ച് ദിവസത്തിന് മുമ്പ് നമുക്ക് അവിടെ ശരിയാക്കി എടുക്കാം. ശ്രീജ പറയും, പക്ഷെ അച്ഛൻ സമ്മതിക്കില്ലല്ലോ. വിശ്വം പറയും, അപ്പോഴത്തെ വിഷമവും ദേഷ്യമൊക്കെ കാരണം അച്ഛൻ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. ശരിയാവും, വാ എന്ന് പറഞ്ഞ് അവര് ഹോളിലേക്ക് ചെല്ലണേ. വേദ അവിടെ ഇരുന്ന് മയക്കിങ്ങി പോയിട്ടുണ്ട്. ചെല്ല്. അങ്ങനെ ശ്രീജ അടുത്ത് ചെന്നിട്ട് വേദയെ വിളിക്കുകയാണ്. വേദേ, ഞങ്ങളുടെ മുറിയെടുത്തോ. ഇവിടെ കിടന്ന് ഇങ്ങനെ നേരം വെളുപ്പിക്കണ്ട. ചെല്ലേ, കുറച്ചു സമയം കിടന്നുറങ്ങ. വേണ്ട ശ്രീജടുത്തി പോയി കിടന്നോ. ശ്രീജ പറയും, എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? വേദ പറയും, വാശിയൊന്നും അല്ല, എന്തായാലും ശരി, ഞാൻ പറയുന്നത് അനുസരിച്ചേ പറ്റൂ, വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴും വേദ പറയും, വേണ്ട, ഞാനിവിടെ ഇരുന്നോളാം, എന്നെ കൊണ്ട് വെറുതെ ചെവി പിടിപ്പിക്കരുത്, വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ അപ്പൊ വേദ കൂടെ പോകും. ശ്രീജ അകത്ത് കയറാൻ നേരത്തെ വിശ്വത്തോട് പറയും, വിക്രമിനോടും അകത്ത് വന്ന് കിടക്കാൻ പറ, ഇനി രാത്രിയിൽ ആരെയും തെരഞ്ഞു പോകാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ശ്രീജ വേദയെ അകത്തേക്ക് കൊണ്ടുപോവാണ്. വേദയ്ക്ക് നല്ല ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വേദ അവിടെ റൂമിൽ ചെന്ന് കട്ടിലിരിക്കുക. ശ്രീജടുത്തി അടുത്തിരുന്നിട്ട് പറയും, നേരം വെളുക്കാൻ അതേ സമയമല്ല, ഓരോന്ന് ആലോചിക്കാതെ സുഖമായിട്ട് ഉറങ്ങാൻ നോക്ക്, ഞാൻ അപ്പുറത്തുണ്ട്, എന്തെങ്കിലും ആവശ്യം ഉണ്ടായാൽ വിളിച്ചാൽ മതി. പിന്നെ വിക്രത്തോട് ഇങ്ങോട്ട് വരാൻ പറയാം. വേണ്ട ശ്രീജടുത്തി, വിക്രം എവിടെയെങ്കിലും സ്വസ്ഥായിട്ട് ഇരുന്നോട്ടെ, എനിക്കും കുറച്ച് സമയം തനിയിരിക്കാൻ തോന്നുന്നു. അപ്പൊ ശ്രീജ പറയും, ആയിക്കോട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കൂ എന്നൊക്കെ പറഞ്ഞ് കവിളിങ്ങനെ തൊട്ട് പിടിച്ചതിന് ശേഷം ശ്രീജ അവിടുന്ന് പോവാണ്. വേദയ്ക്ക് നല്ല ക്ഷീണമുണ്ട്, മേലൊക്കെ നല്ല വേദനയുണ്ട്.
എന്നാലും സങ്കടത്തോടു കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. നേരം പുലർന്നിട്ടുണ്ട്. ഈ സമയം അങ്ങോട്ട് MLAയും അയാളുടെ ആൾക്കാരും വരണേ. MLA വന്നേ ഈ വീട് കത്തി നശിച്ച ആ ഭാഗം ഇങ്ങനെ നോക്കി അത് ആസ്വദിച്ച് നിൽക്കുക. അപ്പോഴായിരിക്കും മാഷ് അങ്ങോട്ട് വരുന്നത്. വാസവൻ ഒന്നും അറിയാത്ത പോലെ ചോദിക്കും, എന്റെ ഈശ്വര, എന്താ മാഷേ ഇത്? എങ്ങനെയാ ഇങ്ങനെ കത്തിക്കരിഞ്ഞു പോയത്? ഏത് മഹാഭാപിയാണാവോ ഇങ്ങനെ കണ്ണുവെച്ചത്? കാര്യം രാത്രിയാ ഞാൻ അറിഞ്ഞത്. ഞാൻ കത്തിക്കും, ചാമ്പലാക്കി പോകുന്നൊക്കെ പറഞ്ഞത്. ഇപ്പൊ സംഭവം നടന്നു എന്ന് അറിഞ്ഞപ്പോ അത് കേട്ടപ്പോ വിഷമായി. മഹാഭാഗ്യം, മാഷും മറ്റുള്ളവരും കിടക്കുന്ന മെയിൻ വീടിനൊന്നും പറ്റില്ലല്ലോ അല്ലേ? മാഷയ്ക്കും പരിഹസിക്കാൻ വന്നതോ അതോ ഭീഷണി നടപ്പാക്കിയെന്ന് പറഞ്ഞ് ആനന്ദിക്കാൻ വന്നതോ? ചേച്ചേ, എന്താ മാഷേ, അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ രണ്ടു വീടും കത്തിക്കില്ലായിരുന്നോ? ഞാനല്ല ഇതിന് പിന്നിൽ. നിങ്ങളുടെ മകനെ വേറെ ഒരുപാട് ശത്രുക്കൾ ഉണ്ടല്ലോ, അവനോട് തന്നെ ആരാന്ന് കണ്ടുപിടിക്കാൻ പറ. മാഷു പറയും, വസവാ വേണ്ട, ഇതിന് പിന്നിൽ നിങ്ങളാണെന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് ഇപ്പോഴുള്ള ബുദ്ധിയേക്കാളും കൂടുതലൊന്നും വേണ്ട. വാസവൻ പറയും, അയ്യോ മാഷേ, നിങ്ങളുടെ അവസ്ഥയില് എനിക്ക് ദുഃഖമുണ്ട്. സത്യത്തിൽ ഇതറിഞ്ഞപ്പോ ഞാൻ കരഞ്ഞുപോയി. നിങ്ങളുടെ മരുമകളെ രക്ഷപ്പെട്ടല്ലോ എന്ന് കേട്ടപ്പോ അടുത്ത നിമിഷം കരച്ചിൽ നിർത്തി സമാധാനിക്കുകയും ചെയ്തു. അതാണ് സത്യം. അപ്പോഴേക്കും നിർത്തടോ എന്ന് പറഞ്ഞ ദേഷ്യത്തില് അലറി വിളിച്ചുകൊണ്ട് വിക്രം ഇങ്ങനെ അങ്ങോട്ട് വരുന്നത് കാണിച്ചാണ് ഈ ഭാഗം കഴിയുന്നത്. പിന്നെ പ്രമോല് കാണിക്കുന്നത് വിക്രം അയാളുടെ കഴുത്തിന് കയറി പിടിക്കുമ്പോ മാഷ് ഇങ്ങനെ എതിർക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് കാണിക്കുന്നത് വേദ വന്ന് അത് തടയണേ. ഈ സമയം ഇവർ പോയി കഴിഞ്ഞാലേ വിക്രം ദേഷ്യത്തോടു കൂടെ അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ വേദ പിടിച്ചു വെക്കും. എന്നാ വിക്രം വേദയ്ക്ക് നേരെ ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ പ്രമോ റിവ്യൂ ആയിട്ട് ഉടൻ തന്നെ കാണാം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്